നമുക്ക് എല്ലാവർക്കും ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. വെൽക്കം ടു രജിസ് ക്യാഷ് ടോക്ക്, ടോക്ക് റിലേറ്റ് ടു ക്യാഷ്. അപ്പൊ നമ്മൾ ഫിനാൻഷ്യലി ഷോപ്പ് ചെയ്താലോ? ഷോപ്പ് ചെയ്യുമ്പോൾ ഈ സമയത്ത് ഷോപ്പ് ചെയ്യുന്ന മൂമെന്റിൽ നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷെ ഫിനാൻഷ്യൽ സമയത്ത് നമ്മൾ ഷോപ്പിംഗ് അല്ല വേണ്ടത്. കൃത്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങുന്നത്. ഷോപ്പിങ്ങിന് പോയ സമയത്ത് വേണ്ടതും വേണ്ടാത്തതൊക്കെ നമ്മൾ വാങ്ങിക്കൂട്ടുക ചെയ്യുക. നമ്മളൊരു ട്രോളി ഉണ്ടാവും, അല്ലെങ്കിൽ ബാഗ്സ് ഉണ്ടോ, ബാസ്ക്കറ്റ് ഉണ്ടോ, അതിലൊക്കെ നിറച്ചിടുക. ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെയല്ല. കൃത്യമായിട്ട് എന്താണ് നമുക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് നമ്മൾ വാങ്ങുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ ഷോപ്പിംഗ്. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന വളരെ ഫാബുലസ് ആയ ഒരു പ്രൊജക്റ്റാണ് ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ്. നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ള കൃത്യമായ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തരും. അതിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസ്, ലൈഫ് ലൈൻ, ബാലൻസ് ഷീറ്റ് അതൊക്കെ നിങ്ങൾക്ക് അറിയണം. കാരണം ബ്ലൈൻഡ്ലി നമ്മളൊരു ഫ്രണ്ട്സ് പറഞ്ഞതുകൊണ്ടും അല്ലെങ്കിൽ യൂട്യൂബർ പറഞ്ഞതുകൊണ്ടും നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ നോർമലി ക്ലയൻസിൻ്റെ അടുത്ത് പോകുന്നത് യൂട്യൂബിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യുന്നത് യൂട്യൂബർ പറഞ്ഞതാണ്. യൂട്യൂബർ ഒരിക്കലും നിങ്ങൾ അഡ്വൈസർ അല്ല. കാരണം ഈ യൂട്യൂബ് ചാനലിലൂടെ അല്ല നമ്മളുടെ ഗോളും മറ്റു കാര്യങ്ങളും നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻറ്റ്. ഓൾവേസ് കണക്ട് വിത്ത് എ പ്രൊഫഷണൽ. ഡെഫിനറ്റ്ലി നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പിൽ നമ്മൾ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ് റിപ്പോർട്ടിൽ, FSC റിപ്പോർട്ടിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കൃത്യമായ ലൈഫ് ലൈൻ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പാനിക് ആവാതെ ഒരു ഫ്രണ്ട്സിൻ്റെ സജഷനിൽ ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി വി ക്യാൻ സപ്പോർട്ട് യു. വി ആർ ജസ്റ്റ് കോൾ അവേ ഫ്രം യു. താങ്ക് യു.